കണ്ടുകൊണ്ടിരിക്കുക. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? ലാക്ടോസ്. എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് ലാക്ടേസ് എന്ന എൻസൈമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് പാൽ ദഹിക്കുകയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും പാലിലുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ഗ്ലാസ് പാല് ദിവസവും കുടിക്കണം. Brother, how does day and night occur? Day and night occurs by rotation. The rotation means the earth moves on its own axis. It takes 24 hours to do one rotation. That's all the information I know. Thank you, brother. He sounds so great, yeah? Ma'am, the time is going to finish. Okay, ma'am. Thank you, ma'am. Bye, ma'am. സ്കൂളിൽ കുറെ ആക്ടിവിറ്റി കിട്ടിയിട്ടുണ്ട്. ഗാന്ധിജിയെ കുറിച്ചും APJ അബ്ദുൽ കലാമിനെ കുറിച്ചും മാലാല യൂസഫിനെ കുറിച്ചും സുന്ദര പിച്ചായനെ കുറിച്ചും ആക്ടിവിറ്റി തന്നിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യും? മലാല യൂസഫ്സായിയെ കുറിച്ച് ഇംഗ്ലീഷിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഇംഗ്ലീഷിലാക്കിയിട്ട് പറഞ്ഞു തരാം. Malala Yousafzai is a campaigner for girls' education from Pakistan. She was shot by the Taliban in 2012 when she was just 14 years old, but she continued her work and became the youngest person ever to win the world famous Nobel Peace Prize. അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിന്റെ പ്രൊജക്റ്റിന് ഇത് നിനക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ജുമിതാക്ക് അറിയേണ്ടത്. This is our Bapuji. His full name was Mohandas Karamchand Gandhi. His father name was Karamchand Gandhi. Mother name was Puttibai. He was father of nation. He was born in Porbandar. ഓക്കെ, ജുമിമോക്ക് അറിയേണ്ടത് APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണോ? ആൻറ്റി പറഞ്ഞു തരാം. ആൻറ്റി അറിയാവുന്ന രീതിയിൽ ആൻറ്റി പറഞ്ഞു തരാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. 2002-2007 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നത്. അദ്ദേഹം തമിഴ്നാട് രാമേശ്വരം എന്ന സ്ഥലത്താണ് ജനിച്ചത്. 1931 ഒക്ടോബർ 15-നാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹം പ്രശസ്ത മിസൈൽ സാങ്കേതിക വിദഗ്ധനും കൂടിയായിരുന്നു. അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ദ ഇന്ത്യ എന്നാണ് എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. പിന്നെ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലയിൽ നമുക്ക് ഇന്ത്യക്ക് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് APJ അബ്ദുൽ കലാം.
അദ്ദേഹം അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ സ്പീച്ചുകൾ അദ്ദേഹം, മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജീവിതത്തെ നമ്മളെ എങ്ങനെ കാണണം, ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി കാണണം, അങ്ങനെ പല പല കാര്യങ്ങൾ എപ്പോഴും ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുക്കുന്നു. 2015 ജൂലൈ 27 ഷിലോങ്ങിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം നല്ലൊരു വ്യക്തിയും കൂടിയാണ്, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇതൊക്കെയാണ് ആൻറ്റിക്ക് അറിയാവുന്നത്. മോൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സുന്ദർ പിച്ചൈ. ഓക്കെ, നമുക്ക് സുന്ദർ പിച്ചൈനെ കുറിച്ചാണ് അറിയേണ്ടത്. നമ്മളെല്ലാം ഇപ്പൊ എന്ത് സംശയങ്ങളിലും നോക്കുന്ന ഈ ഗൂഗിളില്ലേ, ആ ഗൂഗിളിലേക്ക് ഇപ്പോഴത്തെ CEO ആണ് സുന്ദർ പിച്ചൈ. CEO എന്താണെന്ന് നോക്കാറിയോ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹം 2015 ഗൂഗിളിന്റെ CEO ആയിട്ട് സ്ഥാനമേൽക്കുന്നത്. 2019 ആൽഫബറ്റിന്റെ CEO ആയിട്ട് അദ്ദേഹം സ്ഥാനമേറ്റു. നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഇല്ലേ, ഇന്ത്യക്കാർക്കൊക്കെ ഒത്തിരി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാലറി ജോലിയിലൂടെ വാങ്ങിയ ഇന്ത്യക്കാരിൽ ഒരാളാണ് അദ്ദേഹം. ഈ ജോലിയിലൂടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന കാര്യം എന്താ പറയുക, സാധാരണ ബിസിനസ്സിലൂടെയൊക്കെയാണ് ആൾക്കാർ ഒത്തിരി പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ ജോലിയിലൂടെ സ്വന്തം കഴിവുകൊണ്ട് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് സ്ഥാനമേറ്റ് തുടങ്ങി ഇന്ന് ഇത്രയും വലിയ നിലയിലെത്തുന്ന അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. നമുക്ക് സംശയങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് എഴുതി മടുത്തു. ലോകത്ത് ഏറ്റവും വലിയ വേർഡ് ഏതായിരിക്കും ഇംഗ്ലീഷിൽ? ജുമാൻ ഒരു ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് വേർഡ് ഇൻ ദ വേൾഡ്. ഇത് ഇംഗ്ലീഷ് വേർഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ആദിലിനോട് ചോദിക്കാം. മോനെ, നിനക്കറിയാമോ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേർഡ് ഏതാന്ന്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ വേർഡ് എന്ന് വെച്ചാൽ ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കെനോസിസ് എന്ന് പറയുന്നതാണ്. അതെന്താണെന്ന് അറിയാമോ നിനക്ക്? ഇതെന്ന് വെച്ചാൽ ഒരു ഡിസീസ് ആണ്. ഓക്കെ, എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്നറിയാമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു ലങ് ഡിസീസാണ്. ഹ്യൂമൻസിനുണ്ടാകുന്ന ഒരു ലങ് ഡിസീസാണ്. ഇതിന് കോമൺലി സിലിക്കോസിസ് എന്ന് പറയും. അപ്പോൾ ജുമാനമോക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഞാനിതൊന്ന് എഴുതി കാണിക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കെനിയോസിസ്. ഇതെന്ന് പറഞ്ഞാൽ ദ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു എ ലങ് ഡിസീസ് കോൺട്രാക്റ്റഡ് ഫ്രം ദി ഇൻഹലേഷൻ ഓഫ് വെരി ഫൈൻ സിലിക്ക പാർട്ടിക്കിൾസ് സ്പെഷ്യലി ഫ്രം എ വോൾക്കാനോ. ഇറ്റ് ഈസ് സെയിം ആസ് സിലിക്കോസിസ്. ഓക്കെ മോളെ, മനസ്സിലായില്ലേ? താങ്ക് യു. വൗ, നിങ്ങൾ എനിക്ക് കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നല്ലോ. വളരെ നന്ദി.